ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമാ രംഗത്തെ തുറന്നു പറച്ചിലുകൾ തമിഴ് സിനിമാ രംഗത്തേക്കും തുടക്കം കുറിച്ചിരിക്കുന്നു. തമിഴിലെ ഒരു പ്രമുഖ സംവിധായകൻ പീഡിപ്പിക്കുകയും ദുരുപയോഗം ചെയ്തതായും നടി സൗമ്യ NTVക്ക് നൽകിയ അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 1980കളുടെ അവസാനത്തിലാണ് സൗമ്യ സിനിമയിലെത്തിയത്. പിന്നീട് 3 മലയാള സിനിമകളിലും അഭിനയിച്ചു. മലയാളത്തിൽ നീലക്കുറുക്കൻ, അദ്വൈതം, പൂശയ്ക്കാരും അണികെട്ടും എന്നീ ചിത്രങ്ങളിൽ വേഷമിട്ട സൗമ്യ എന്ന ഡോക്ടർ സുജാതയാണ് ഇപ്പോൾ തന്റെ ദുരനുഭവം വെളിപ്പെടുത്തി എത്തിയിരിക്കുന്നത്. സംവിധായകൻ തന്റെ ശാരീരിക ആവശ്യത്തിനു വേണ്ടി അടിമയായി വെച്ചുപയോഗിച്ചു എന്നാണ് സൗമ്യ തുറന്നു പറഞ്ഞിരിക്കുന്നത്. തന്റെ 18ാം വയസ്സിലാണ് മകളെപ്പോലെയാണെന്ന് പറഞ്ഞ് അയാൾ സമീപിച്ചതെന്നും പിന്നീട് തന്നിലൊരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞതും എന്നാണ് നടി പറയുന്നത്. മലയാള സിനിമകളിലെ പല സംവിധായകരും നടന്മാരും ടെക്നീഷ്യന്മാരും ഒക്കെ തന്നെ ഉപയോഗിച്ചുവെന്നും സൗമ്യ വെളിപ്പെടുത്തി. തന്നോട് മോശമായി പെരുമാറിയ നടന്റെ പേര് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടെയുണ്ടെന്നും ഇപ്പോൾ മനഃശാസ്ത്ര വിദഗ്ധയും കൂടിയായ ഡോക്ടർ സുജാത പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ ലൈംഗിക അതിക്രമങ്ങൾ അന്വേഷിക്കുന്ന സംഘത്തോട് എല്ലാവരുടെയും പേര് വെളിപ്പെടുത്തുമെന്നും നടി വ്യക്തമാക്കുന്നു. നടി NTVയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സിനിമയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു കുടുംബത്തിൽ നിന്നുമാണ് ഞാൻ ഫീൽഡിലേക്ക് വരുന്നത്. 18ാം വയസ്സിൽ കോളേജിൽ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാലത്താണ് തമിഴ് സിനിമയിൽ അവസരം ലഭിക്കുന്നത്. എന്റെ കുട്ടിക്കാലത്ത് നടി രേവതി എന്റെ കോളനിയിലായിരുന്നു താമസിച്ചിരുന്നത്. അവരെ പോലെ ഒരു നടിയാകാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാനൊരു ഭാവനാ ലോകത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്ക്രീൻ ടെസ്റ്റിന് പോയി. ഞാനൊരു കുട്ടിയായിരുന്നു. അതിന്റെ അറിവില്ലായ്മ ഉണ്ടായിരുന്നു. സിനിമയിലെ അറിയപ്പെടുന്ന ഒരു ദമ്പതികളുടെ സിനിമയായിരുന്നു അത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് അവർ അറിയിച്ചു. കുടുംബത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ അഭിനയിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ സ്ക്രീൻ ടെസ്റ്റിന് ഒരുപാട് പണം ചെലവായതുകൊണ്ട് അവരും നിർബന്ധിച്ചു. ഭാര്യ സംവിധാനം ചെയ്യുന്ന സിനിമയെന്ന് പറഞ്ഞാണ് എഗ്രിമെന്റ്. എന്നാൽ അത് പേപ്പറിൽ മാത്രമായിരുന്നു. സിനിമ സംവിധാനം ചെയ്തത് ഭർത്താവാണ്. താങ്കളുടെ ഭർത്താവിനൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് ഭാര്യ നേരെ ഭർത്താവിനോട് പോയി പറഞ്ഞു. പിന്നീട് അയാൾ എന്നോട് മിണ്ടാതെയായി. ദേഷ്യം പ്രകടിപ്പിച്ചു. അതും പുറത്ത് ചിത്രീകരണം നടത്തുമ്പോൾ. അത് പിന്നീട് എന്നെ അസ്വസ്ഥയാക്കി. ഞാൻ അയാൾ പറയുന്നത് പോലെ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ അല്പം മയപ്പെട്ടു. അവർ പതിയെ എന്നെ നിയന്ത്രണത്തിലാക്കി. എന്നോട് വലിയ സ്നേഹം കാണിച്ചു. എന്നെ മകളെന്ന് വിളിച്ച് മിൽക്ക് ഷേക്കും മറ്റും ഈ ദമ്പതികൾ ഇടയ്ക്കിടെ വാങ്ങിച്ചു തന്നു. പിന്നെ എൻ്റെ വീട്ടിൽ ഇല്ലാത്ത സ്വാതന്ത്ര്യമായിരുന്നു അവിടെ എനിക്ക് കിട്ടിയത്. അവർക്ക് ഞാൻ മകളെപ്പോലെ തന്നെയായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ പ്രായത്തിൽ അവർക്കൊരു മകളുണ്ടായിരുന്നു. ആ കുട്ടിയും സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ അസ്വാഭാവികതയൊന്നും തോന്നിയതുമില്ല. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി അയാളുടെ സ്വന്തം മകളായിരുന്നില്ല. ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകളായിരുന്നു. ആ കുട്ടി ഇയാൾക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് വീട് വിട്ടുപോയിരുന്നു. ആ കുട്ടി നുണ പറയുകയാണെന്നായിരുന്നു അന്ന് സംവിധായകനും ഭാര്യയും പറഞ്ഞത്. ഒരിക്കൽ ഭാര്യയില്ലാതിരുന്ന സമയത്ത് അയാൾ എന്നെ ചുംബിച്ചു. അത് വലിയ ഷോക്കായി. അതിനെക്കുറിച്ച് എനിക്ക് ആരോടും പറയാൻ സാധിക്കുമായിരുന്നില്ല. എന്റെ തെറ്റാണെന്ന് കരുതി ഞാൻ പ്രാക്ടീസും ഡാൻസ് റിഹേഴ്സലും തുടർന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും അയാളുടെ ഉപദ്രവം വർദ്ധിച്ചു വന്നു. അയാൾ എന്നെ നശിപ്പിച്ചു. എന്നെ മകളെ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അയാൾക്ക് എന്നിലൊരു മകൾ വേണമെന്നായി. മാനസികമായി അയാൾ എന്നെ തകർത്തു. മലയാളത്തിൽ 3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അവിടെയും ഇതേ അനുഭവം എനിക്കുണ്ടായി. എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്ത സഹനടന്റെ പേരിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംവിധായകരും നടന്മാരും ടെക്നീഷ്യന്മാരും എല്ലാം എന്നെ ചൂഷണം ചെയ്തു. മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായി. ഒരാൾ എൻ്റെ മേൽ മുറുക്കാൻ ചവച്ച് തുപ്പി.